നമുക്ക് തൊടുപുഴയിലെ എൻ്റെ ചേട്ടാ അവിടെ 13 പശുക്കൾ എത്തായിരുന്നു. അവിടെ നമ്മുടെ മന്ത്രി പോകുന്നു. അവിടെ തൊടുപുഴയിലെ വാർത്തയൊന്ന് കാണാം. അപ്പോൾ അതിലേക്ക് ഓക്കെ PCR വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരും. വിഷ്ണു സുരേഷ് അതിൻ്റെ വിവരങ്ങളൊക്കെ പറയൂ വിഷ്ണു. ഇന്നലെയാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായത്. ജോർജിന്റെയും മാത്യുവിന്റെയും 13ഓളം പശുക്കൾ മരച്ചിനിത്തൊണ്ട് കഴിച്ചതിന് പിന്നാലെ മരിക്കുകയായിരുന്നു. വലിയ സങ്കടം ഉളവാക്കുന്ന ഒരു വാർത്തയായിരുന്നു. പിന്നാലെ മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവകുപ്പും എല്ലാം ഇടപെട്ടു. ഇന്ന് മന്ത്രി ജെ ചിഞ്ചുറാണിയും അതോടൊപ്പം തന്നെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിനും ഈ കുട്ടി കർഷകരുടെ വീട്ടിലേക്ക് എത്തും, അവർക്ക് സഹായം പ്രഖ്യാപിക്കും. അതോടൊപ്പം നടൻ ജയറാമും എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്കൊപ്പം ചേരുന്നത് മാത്യുവും അതോടൊപ്പം ജോർജുമാണ്. ഇവർ രണ്ടുപേരുമാണ് ഈ പശുക്കളെല്ലാം നോക്കിയിരുന്നത്. 2021 നമ്മൾ മാത്യുവിന്റെ വാർത്തയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. വലിയ സങ്കടം ഉണ്ടാക്കുന്ന വാർത്തയാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് വിളിച്ചിട്ടുണ്ട്. മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചിരുന്നു. അവരൊക്കെ എന്താണ് പറഞ്ഞത്? ഇന്ന് വരാമെന്നാണ് പറഞ്ഞത്. പിന്നെ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞു. ഇതിലും കൂടുതൽ ഉഷാറായിട്ട് ഇനി നമ്മൾ പശുവിനെ വളർത്തില്ലേ? അതല്ലേ? ജോർജ് സഹോദരനാണ്. എന്താണ് ഈ ഘട്ടത്തിൽ അവരുടെ എല്ലാവരും സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും അവർ പറഞ്ഞ് അവർ പറ്റുന്നതിൽ പരമാവധി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് സഹായങ്ങളെല്ലാം. മറ്റു പശുക്കളുടെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ പരിക്കേറ്റ് അല്ലെങ്കിൽ അസുഖം ബാധിച്ച് കിടക്കുന്ന പശുക്കളുടെയൊക്കെ? ഇപ്പം 2 തീറ്റ തിന്നുന്നില്ല, ബാക്കിയുള്ള കുഴപ്പമൊന്നുമില്ല. ഈ പഞ്ചായത്തിൻ്റെയൊക്കെ ഭാഗത്തൊരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? അവരെന്തെങ്കിലും സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? അത് എനിക്കറിയത്തില്ല, ഇവനറിയാം. അവർ പറഞ്ഞ പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്തെന്നാണ്. എന്തായാലും കുടുംബത്തിന് പൂർണ്ണ പിന്തുണ സർക്കാരിന്റെ ഭാഗത്തും അതോടൊപ്പം ക്ഷീരവികസന വകുപ്പിന്റെ ഭാഗത്തും മിൽമയുടെ ഭാഗത്തും ഒക്കെ എത്തിയിരുന്നു. ഇന്നലെ മിൽമ ചെയർമാൻ എത്തി 45,000 രൂപ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് നടൻ ജയറാം എത്തുന്നുണ്ട്. അദ്ദേഹം 5 ലക്ഷം രൂപ ഈ കുട്ടികൾക്ക് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷിയോട് പുതുതലമുറ തല തിരിഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ മുഖം തിരിച്ചു നിൽക്കുന്നു എന്നൊക്കെ എല്ലാം പറയുന്നൊരു ഘട്ടത്തിലാണ് മാത്യുവും ജോർജും എല്ലാം വ്യത്യസ്തരാകുന്നത്. അവർക്കാണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നത്. എന്തായാലും അതിനെല്ലാം മറികടന്ന് അവർ പൂർണ്ണ തോതിൽ വീണ്ടും ഈ പശുക്കൾ അല്ലെങ്കിൽ പശു വളർത്തലുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പാണ് ഈ കുട്ടി കർഷകർ നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.